1989 സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ലളിതഗാനത്തിൽ 1ാം സ്ഥാനം നേടിയ ഒരാൾ എൻ്റെ അടുത്തുണ്ട്. ഒന്ന് കടന്നു വരൂ. യെസ്, പട്ടം. യെസ്, താങ്ക് യു. പട്ടം സനിത്ത്. യെസ്, താങ്കളെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. സംസാരിച്ചോ. ഞാൻ പട്ടം സനിത്ത്, ചലച്ചിത്ര പിന്നണി ഗായകനാണ്, ബാങ്ക് മാനേജരാണ്. 89 ഏത് പാട്ടാ പാടി? ഓർക്കുന്നുണ്ടോ അത്? നല്ല ഭൂമി നമ്മുടെ ഭൂമി ഭാരതഭൂമി. നല്ല ഭൂമി നമ്മുടെ ഭൂമി ഭാരതഭൂമി. നല്ല ഭൂമി. യെസ്, നമ്മൾ ജന ടി വി യുവതലമുറയുടെ പ്രതിനിധികളെ മാത്രമല്ല അവതരിപ്പിക്കുന്നത്, പഴയ തലമുറയുടെ ആൾക്കാരെ. ചരിത്രം ഓർക്കാതെ പറ്റില്ലല്ലോ. ചരിത്രം ഓർക്കാതെ പറ്റില്ല. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് ആദ്യം അക്കാഡമിക് കൗൺസിലാണ്, പിന്നെയാണ് സബ് ജില്ലാ ബാലകലോത്സവം, ബാലകലോത്സവം, അങ്ങനെ തുടങ്ങി 1989 സംസ്ഥാന യുവജനോത്സവം വരെ 1, 2, 3 സ്ഥാനങ്ങൾ വാങ്ങി വിജയിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ബാങ്കിൽ കയറിയതിനു ശേഷം പാട്ടുണ്ട്. എനിക്ക് ഡെപ്യൂട്ടേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. അപ്പം കാരണം എനിക്ക് പാടാനൊക്കെ സമയം വളരെ കുറവാണ്, എന്നാലും പാട്ട് വിടാൻ പറ്റൂല. കാരണം പാട്ട് എന്റെ ജീവനുള്ള കാലം വരെ ഞാൻ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ജീവരക്തമാണ് സംഗീതം. അതായത് പുതിയ തലമുറ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. കാരണം മത്സരിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ട് വന്ന് പാടി പോകരുത്, അത് തുടരണം. ഇന്ന് രാവിലെ പന്തളം ബാലനും ഇതേ വാക്കാണ് പറഞ്ഞത്. പാട്ട് സംഗീതം എന്റെ ജീവനാണ്, മരിക്കുവോളം തുടരും എന്നാണ്. എന്റെ ഗുരുനാഥൻ ജി ദേവരാജൻ മാഷാണ്. ദേവരാജൻ മാഷ് സംഗീതം നൽകി ONV കുറുപ്പ സാർ എഴുതിയ ഗാനത്തിനാണ് എനിക്ക് 1ാം സ്ഥാനം കിട്ടിയത്. ദേവരാമാഷിന്റെ ഇഷ്ടംപോലെ ഗാനങ്ങൾ ഞാൻ തരംഗണിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. നിരവധി ചലച്ചിത്രങ്ങളിൽ പാടാൻ എനിക്ക് അവസരം ലഭിച്ചു. എന്തായാലും ആ മഹാപ്രതിഭകളുമായിട്ട് താങ്കൾക്ക് അല്ലേ, അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയത് താങ്കൾക്ക് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. വളരെയധികം നന്ദി. എന്തായാലും ജന ടി വിയുടെ വേദിയിൽ വന്നതിൽ ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു.